ഹായ് ഹലോ once again welcome back to our channel candsvlog. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പെരുന്നാളിന് പോയപ്പോൾ അവിടെ നിന്നൊരു സംഭവം പിറക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു തെങ്ങുമേലായിട്ട് പറ്റി പിടിച്ചിരിക്കുന്ന ലീഫ് പോലത്തെ സംഭവം ഉണ്ടല്ലോ, അതാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഇതിലായിട്ട് ഒരു അടിപൊളി പെയിൻറ്റിംഗ് ആണ് കേട്ടോ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ചെറുതും വലുതായിട്ടുള്ള കുറച്ചധികം ലീവ്സ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് വലിപ്പത്തിലുള്ളൊരു ഇലയിലായിട്ടാണ് കേട്ടോ പെയിൻറ്റിങ് ചെയ്യണത്. അപ്പോൾ ആദ്യം നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് കളർ അക്രിലിക് പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുക്കാൻ പോകാൻ കേട്ടോ. പിന്നെ ഇത് തെങ്ങുമേലായിട്ട് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുകയായിരുന്നല്ലോ, അപ്പോൾ അതുമേൽ ഒരുപാട് മണ്ണൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മളൊന്ന് തുടച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ബേസ് കോട്ടായിട്ട് നമുക്ക് കംപ്ലീറ്റ് വൈറ്റ് കളർ അക്രിലിക് പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ രണ്ട് സൈഡിലും അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ വോളിലൊക്കെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഒരു സൈഡ് കാണില്ല, അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം അപ്പുറത്തെ സൈഡ് പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ രണ്ട് സൈഡിലും ചെയ്യുന്നുണ്ട്, നമുക്ക് നല്ല ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് വെയിലത്ത് വെച്ചാൽ പെയിൻ്റൊക്കെ ഒന്ന് ഉണക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ പെയിൻ്റൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി പരിപാടി നോക്കാം കേട്ടോ. അപ്പോൾ ആ ലീഫിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മളൊരു ബ്ലൂ കളറാണ് കൊടുക്കുന്നത്, ഇപ്പുറത്തെ സൈഡിലായിട്ട് ഒരു ഓറഞ്ച് യെല്ലോ കളറാണ് കേട്ടോ. ആദ്യം ഡാർക്ക് ബ്ലൂ കളർ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ സൈഡിലായിട്ട് മാത്രം അടിച്ചെടുക്കുക. പിന്നെ അതിൽ കുറച്ച് വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റ് ബ്ലൂ കളർ ഇട്ടാലോ, അത് അതിനടിയിലേക്കായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. ഏറ്റവും താഴെയുള്ള ഭാഗത്തായിട്ട് വയലറ്റ് കളറാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ബ്ലൂവും വയലറ്റ് കളറൊക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോഴാണ് നമുക്ക് നല്ല ഭംഗിയായിട്ട് കിട്ടുന്നത്. ഇനി ഇപ്പുറത്തെ സൈഡിലായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നേരത്തെ ബ്ലൂ കളർ ഒരു സൈഡിലേക്കായിട്ട് അടിച്ചു കൊടുത്തില്ലേ, അതുപോലെ തന്നെ നമുക്ക് ഓറഞ്ച് കളർ അക്രിലിക് പെയിൻറ്റ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. പിന്നെ അതിൽ തന്നെ കുറച്ച് വൈറ്റ് കളറും കൂടി മിക്സ് ചെയ്തിട്ട് അതിന് സൈഡിലേക്കായിട്ട് ഒരു ലൈറ്റ് ഷെയ്ഡായിട്ട് അടിച്ചെടുക്കുക. താഴെയുള്ള ഭാഗത്തേക്ക് ഒരു യെല്ലോ ഷെയ്ഡാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ലെമൺ യെല്ലോ കളർ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സൈഡിലായിട്ട് നമ്മൾ ആ ഒരു യെല്ലോ കളർ വെച്ചിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഏകദേശം രണ്ട് സൈഡിലെയും ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ആയിട്ടുണ്ടെന്ന് പറയാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ വൈറ്റ് കളർ അക്രിലിക് പെയിൻറ്റ് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പുറത്തെ സൈഡിലൊരു ഹാഫ് മൂണിൻ്റെ രീതിയിൽ പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റ് എടുത്തിട്ട് ഇതുപോലെ ഒരു മരത്തിൻ്റെ രീതിയിൽ പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. രണ്ട് സൈഡിലേക്കും കുറച്ച് കുഞ്ഞു കുഞ്ഞു ശിഖരങ്ങളൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ആ ഒരു ഓറഞ്ച് യെല്ലോ ഷെയ്ഡ് കൊടുത്തില്ലേ, അവിടെ ആയിട്ട് നമ്മൾ കുറച്ച് ഇലകൾ കൂടി പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പുറത്തെ സൈഡിലായിട്ട് ശിഖരങ്ങൾ മാത്രമേ വരച്ച് കൊടുക്കണുള്ളൂ കേട്ടോ. പിന്നെ ഏറ്റവും താഴെയുള്ള ഭാഗത്തായിട്ട് ഇതുപോലെ ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചെറിയ പുല്ലുകളൊക്കെ മുളച്ച് നിൽക്കുന്ന രീതിയിലൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ
പെയിൻറ്റിങ് പരിപാടി ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് വൈറ്റ് കളർ എടുത്തിട്ട് ഇതുപോലെ ഒരുപാട് ഡോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 സൈഡിലായിട്ടും ആ ഒരു വൈറ്റ് കളർ വെച്ചിട്ട് അങ്ങനെ ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ലീഫിലുള്ള പെയിൻറ്റിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് എല്ലാവർക്കും വരയ്ക്കാൻ പറ്റുന്നതാണ്. പിന്നെ കാണാനായിട്ട് നല്ല അടിപൊളിയല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.